ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കുറേ ദിവസമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്സ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നാട്ടിൽ അമ്മേനെയും അനിയനെയും ഡാഡിയും മമ്മിയും എല്ലാവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നിന്നുകൊണ്ടും നമുക്ക് ഞാൻ നാട്ടിൽ പോയത് കുറച്ച് നാൾ പാരൻസുമായിട്ട് നല്ല സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. ഞാൻ വീഡിയോ ഒന്നും അവിടെ നിന്ന് അധികം എടുത്തിട്ടില്ല. ജസ്റ്റ് എന്തെങ്കിലും എവിടെയെങ്കിലും പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മേ ബി ഈ വീഡിയോ അതിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കും വരുന്നത്. എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. ഇതൊരു ലോങ് കൈൻഡ് ഓഫ് വീഡിയോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ടെമു ഹോളാണ്. ഞാൻ ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട്. അധികം സാധനമൊന്നും പറയാനില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ആക്ച്വലി ഭയങ്കര കൂടുതൽ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ട്രയൽ പർപ്പസ് ആയിരുന്നു, എങ്ങനെയുണ്ട് ടെമുലെ സാധനങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മളിതിന് മുന്നേ ഇതേപോലെ പുതിയ ആപ്പ് ഇറങ്ങിയപ്പോൾ ഡോഡിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അതേപോലെ ഷീൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഷീൻ്റെ സാധനങ്ങൾ ഇവിടെ മേടിക്കാറുണ്ട്, പക്ഷേ കൂടുതലും ഡ്രസ്സൊക്കെയാണ് മേടിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അത് കാണിക്കാത്തതാണ്. അപ്പോൾ കുറേ സാധനം ഭയങ്കര ചീപ്പ് പ്രൈസിലാണ് ഞാൻ മേടിച്ചേക്കുന്നത്. മേ ബി ലൈക്ക് അറൗണ്ട് ഒരു വൺ ദിറംസിലൊക്കെ കിട്ടിയ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ എപ്പോഴും ഒരേ റേറ്റ് ആകാത്തതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മേക്കപ്പ് റിമൂവിങ് സ്പോഞ്ചാണ്, റീയൂസബിൾ സ്പോഞ്ചാണ്. ഇങ്ങനെയുള്ള ഒരു മേക്കപ്പ് റിമൂവിങ് സ്പോഞ്ച്. നമ്മൾ മേക്കപ്പൊക്കെ വാഷ് ചെയ്യാനും അതേപോലെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് അത് വാഷ് ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതിനെന്താണ് 1.something ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കുറേ നാൾ ഉപയോഗിക്കാമല്ലോ. നമ്മളെപ്പോഴും കോട്ടൺ പാഡ്സ് മേടിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. 2 സെയിം കളർ തന്നെ മേടിച്ച്. ഇത് ഡിഫറെൻറ്റ് കളറിലേ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ കളർ നോക്കിയില്ല, ജസ്റ്റ് അങ്ങ് മേടിച്ച് പോവുകയാണെങ്കിൽ. പിന്നെ നെക്സ്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്ന ഈ ഒരു ഹെയർ ക്യാപ്പാണ്, നമ്മുടെ സാറ്റിൻ വെച്ചിട്ടുള്ള. ഇതിൻ്റെ വില എത്രയാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഇനിവേ ഞാൻ ലിങ്ക് ഇടാം, നിങ്ങൾക്കപ്പോൾ അത് നോക്കി മേടിക്കുന്നത്. ഇങ്ങനൊരു സാറ്റിൻ ക്യാപ്പാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കിത് മുടിയിലിങ്ങനെ വെച്ചിട്ട് അകത്തോട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല. ഇതിങ്ങനെ മുടി ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. അപ്പോൾ നമ്മുടെ മുടി അങ്ങനെ ബ്രേക്കൊന്നും ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതാണെങ്കിലും ക്വാളിറ്റി വൈസ് നല്ലതാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഇത് വർത്തിട്ടാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നെക്സ്റ്റ് മേടിച്ചിരിക്കുന്നത് ഒരു ഹെയർ സാധനമാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഹെയർ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുളിക്കുമ്പോഴത്തേക്കൊക്കെ ഷാമ്പൂ ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതൊരു സിൽക്കൺ കോമ്പെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പേര് സത്യത്തിൽ ഞാൻ മറന്നുപോയി എന്താണെന്ന്. ഇനിവേ ഇതിപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വെച്ചിട്ടിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തെടുത്തേക്ക് യൂസ് ചെയ്തായിരുന്നു കേട്ടോ. നല്ല സാധനമാണ്. എനിക്കിത് മേടിച്ചപ്പോഴത്തേക്ക് ഇതെങ്ങാനും തലയ്ക്ക് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് വേദന എടുക്കുമോ എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് വേദനയൊന്നും എടുക്കത്തില്ല. ഇത് ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കണ സിൽക്കൻ സാധനം ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. ഇതും അറൗണ്ട് ഒരു 4 എങ്ങാണ്ടാണെന്ന് തോന്നുന്നത്, എനിക്കറിയത്തില്ല. മിക്കതും 5ന് താഴെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാൻ മേടിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു നമ്മുടെ ട്രാവൽ ബാഗാണ്. ടോയ്ലറ്ററി ബാഗ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഉള്ളതാണ്. ഇതുപോലത്തെ ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചീത്തയായതുകൊണ്ട് ഞാൻ പുതിയത് മേടിച്ചതാണ്. അത് ഞാൻ ഇതിൽ നിന്ന് മേടിച്ചതല്ല, ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് അതെനിക്ക്. അപ്പോൾ അതേ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈനായിട്ട് വരുന്നത്. ഇതെന്താണ്ട് 8 or 7 എങ്ങാണ്ടൊക്കെ ഉള്ളു. നമ്മളിത് ഇവിടെ കാറ്റ്ഫോറിലും ലുലുലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് അത്ര റേറ്റ് ഇല്ല. അതൊക്കെ കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ അപ്പുറം ഇപ്പുറം ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ നല്ല സ്പേഷ്യസുമാണിത്. പിന്നെ ഈ ഫ്രണ്ടിലും ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഇതിവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഈ കാണുന്നത്
പിന്നെ ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം, എവിടെയെങ്കിലും പോയിട്ട് ടോയ്ലറ്ററി സാധനങ്ങൾ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് ഇവിടെ കൊണ്ടൊരു സ്റ്റോറേജ് പ്ലേസ്, പക്ഷേ ഇതിന് സിപ്പൊന്നും ഇല്ല. പക്ഷേ ഇനിവേ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്യൂട്ടിപ്പോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് മേടിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ക്വാളിറ്റി ഉണ്ടായിട്ട് എനിക്ക് തോന്നിയൊരു സാധനമാണ് കേട്ടോ ഇത്. എന്താണ് 8 സംതിങ് ആണ്. ഞാൻ എന്താണ് ലിങ്ക് ഇട്ടേക്കെ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ മേടിച്ചപ്പോൾ ചിലപ്പോൾ ഓഫറിന് വല്ലതും കിട്ടിയതാണോ എന്നും എനിക്കറിയാൻ പാടില്ല. നല്ല ഒരു സാധനമായിരുന്നു കേട്ടോ. എനിക്കത് വാങ്ങിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, അതിന് നല്ല റേറ്റിൽ കിട്ടുമോ ഇല്ലേ എന്ന്. ഐ മീൻ നല്ല ക്വാളിറ്റി, നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ള പ്രൈസ് കൊടുക്കുമ്പോൾ ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാര്യം 8 ദിർഹംസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചീപ്പാണല്ലോ അത്, പക്ഷെ അത് നല്ല ക്വാളിറ്റി ആയിരുന്നു. എനിക്കതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അടുത്തത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ ഒരു നമ്മുടെ അഡാപ്റ്ററും USB ഒക്കെ വെക്കാൻ പറ്റുള്ളൊരു USB പൗച്ചാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ പവർ ബാങ്ക്, ഫോൺ അതൊക്കെ വെക്കാം. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ കുറച്ചിവിടെ നമുക്ക് നമ്മുടെ USB ഒക്കെ വെക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ പവർ ബാങ്ക് വെക്കാം, അല്ലെങ്കിൽ ഫോൺ വെക്കാം, വാട്ട് എവർ വി ലൈക്ക്. അല്ലെങ്കിൽ പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ അവിടെ നമുക്കത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ വീണ്ടും 2 എണ്ണം ഉണ്ട്, 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതും ഒരു 10 ദിർഹംസിന് താഴെ. നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇത് ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് അല്ല, എയർപോഡും അതേപോലെ തന്നെ ഹെഡ്സെറ്റൊക്കെ വെക്കാൻ പാകത്തിനുള്ള സംഭവമാണ്. ഇഷ്ടംപോലെ കമ്പാർട്ട്മെൻറ്റ്സ് ഇതിനും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഇങ്ങനെ ഇത് 2 കമ്പാർട്ട്മെൻ്റ് ആണുള്ളത്. ഇതും അണ്ടർ 10 ദിർഹംസ് ആണ്. ഇത് എല്ലാം ഇതിനെല്ലാത്തിനും വേറെ വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കളേഴ്സ് അനുസരിച്ച് പ്രൈസ് മാറും കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സമയത്ത് ഈ പ്രൈസിന് ഈ കളറിനായിരുന്നു ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ കളർ എടുത്താണ്. എനിക്ക് ആക്ച്വലി കളർ വലിയ പിടുത്തൊന്നും പിടിച്ചിട്ടില്ല, ഈവൻ ദോ ഇറ്റ് ഇസ് എ പിങ്കിഷ് ഷെയ്ഡ് ഐ ഡോണ്ട് ലൈക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് മേടിച്ചേക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ചതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വേറൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതൊരു 1/2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഇങ്ങനെ ഒരു ഡെയ്സി ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് കേട്ടോ. ഇങ്ങനെ ചളങ്ങത്തൊന്നുമില്ല, നല്ലൊരു വൈറ്റ് ഇത് വിത്ത് ഹോൾഡർ. ഇങ്ങനെ ഇത് നമുക്ക് ഈ ബാഗിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും അതേപോലെ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. നമ്മുടെ ബാഗിൽ വെക്കാനായിട്ടൊക്കെ പാകത്തിന് ഒരു വാട്ടർ ബോട്ടിൽ. ഇതൊരു 1/2 ലിറ്ററിൻ്റെയാണ് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ ഒരു ലഞ്ച് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം, ലൈക്ക് ഒരു സ്മൂത്തി ബൗളാണിത്. ഇത് നമുക്ക് ഓഫീസിലോ സ്കൂളിലോ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ബൗളായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് വേണ്ട സ്നാക്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് മേളിൽ ഇതേപോലെ നമ്മുടെ ഡിപ്സൊക്കെ വെക്കാൻ പാകത്തിന് ഒരു സ്മോൾ ബോക്സും കൂടെ ഉണ്ട്, ഒരു സ്റ്റോറേജ് ബോക്സ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പൂൺ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പം കൂടുതലുമായിട്ട് നമുക്കിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സാലഡാണ് കൊണ്ടുപോകണമെങ്കിൽ സാലഡിൻ്റെ മെയിൻ സാധനങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ലൈക്ക് ഒരു വെജിറ്റബിൾ സെക്ഷൻസ് അതേപോലെ ലീഫി സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു സാധനത്തിനകത്ത് നമുക്ക് നമ്മുടെ ഈ പെട്ടെന്ന് സോഗിയായി പോകുന്ന ഇപ്പോൾ എന്തെങ്കിലും ക്രംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഡിപ്പ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോസ് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ നല്ലൊരു യൂസ്ഫുള്ളാണ് ആയിട്ടുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചത്. ഇതും റേറ്റ് എനിക്ക് ഓർമ്മയില്ല, എനിവേ ലെസ് ദാൻ 10 ദിർഹംസ് ആണ്, അതെനിക്കറിയാം. ഈ ഒരു സ്പൂൺ എൻ്റെ കൂടെ ഉണ്ട്, അത് വെക്കാനൊരു സ്ഥലവും ഇവിടെയുണ്ട്. ഇങ്ങനെ ഇതിൽ നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്തൊരു ഇങ്ങനെ ഒരു ഹോൾഡറും കൂടെ ഉണ്ട് കേട്ടോ, ഒരു ടാഗ് ഉണ്ട്, നമുക്കത് അവിടെ ടൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് ഈ ഒരു ടിഫിൻ ബോക്സ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ചതിൽ ഇതിനാണ് ഇത്തിരി വില കൂടുതലെന്ന് തോന്നുന്നു. ഇനി ഇതെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ പറയാം ഏതിനാണ് വില കൂടിയതെന്ന്. അപ്പം എനിവേ ഇതും ഒരു സാലഡ് പോലെയൊക്കെ കൊണ്ടുപോകാൻ പറ്റണം, സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സ്. പക്ഷേ ആക്ച്വലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വലുതാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലേ, കുറച്ച് വലുതാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ് ഇതിൻ്റെ സൈസ്. ഇതിനും ഇതേപോലെ ഒരു ഡിപ്പറുണ്ട്. പിന്നെ ഇങ്ങനെ റിമൂവബിൾ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൽ ഇതേപോലെ 2
സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സാലഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെൻഡോ ബോക്സ് വല്ല ഉപയോഗിക്കാം. പിന്നെ അതിനകത്ത് നമ്മുടെ മെയിൻ ഫുഡ് വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം, ലൈക്ക് ചോറോ എന്താണെങ്കിലും അത് ഉപയോഗിക്കാം. ഇതിനകത്ത് കൊണ്ടൊരു സ്പൂൺ. ഇതും ക്വാളിറ്റി വൈസ് നല്ലതാണ്. ഇതിനും ഡിഫറെൻറ്റ് കളറുണ്ട്, കളർ അനുസരിച്ച് വില മാറും. ഇതെനിക്ക് തോന്നുന്നു 11 എങ്ങാണ്ടാണ് തോന്നുന്നു, എനിക്കറിയത്തില്ല, ഓർമ്മയില്ല. പിന്നെ ഇത് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്ക് ഞാൻ അധികം സജസ്റ്റ് ചെയ്തില്ല, കാരണം ഇത് ഭയങ്കര വലുതാണ്. മേ ബി ലൈക്ക് ഒരു 11 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് 11 സ്റ്റാൻഡേർഡ് തൊട്ട് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇത് കറക്റ്റ്, നമുക്ക് ഇത്രയൊക്കെ ചോറ് വെച്ചാൽ മതിയല്ലോ, പിന്നെ ബാക്കി ഫ്രീ ആയിട്ടിരുന്നാലും സാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഇത്തിരി വലുതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റാണ്. ഇതിന് നിങ്ങൾ എത്ര വില പറയും? നിങ്ങളൊന്ന് കണ്ടു. ഈ ഒരു ബ്രേസ്ലെറ്റിൽ നിങ്ങൾ എത്ര കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനൊരു ഹാർട്ടിൻ്റെ വെച്ചിട്ട് കുറച്ച് കല്ലൊക്കെ പോലെ വെച്ചിട്ട് ഈ ഒരു സാധനത്തിന് എത്ര രൂപ നിങ്ങൾ പറയും? നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വില കേട്ടാൽ കിട്ടും. 1 dirhams അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ ഒരു ബ്രേസ്ലെറ്റ്. നമുക്കിത് വാച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് വാച്ചിൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെ നമുക്ക് പെയർ ചെയ്ത് ഇടാൻ സാധിക്കും, അല്ലെങ്കിൽ ചുമ്മായിട്ടാണെങ്കിലും ഇത് നമുക്ക് ഇടാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഇത് നല്ല രസമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനിത് എനിക്കും എൻ്റെ ഫ്രണ്ടിനും മേടിച്ചായിരുന്നു കേട്ടോ, ഞങ്ങൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ അടുത്തത് വീണ്ടും ഒരു ഹെയർ ആക്സസറിയാണ്. ഇതിലേക്ക് നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബോയാണ്. ഇത് ആക്ച്വലി ആവശ്യമില്ല, പിന്നെ ഞാനങ്ങ് മേടിച്ചു. നമ്മളെ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ എനിക്ക് കുറേ ബേബി ഹെയർ ഉണ്ട് ഇവിടെ. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ എല്ലാം കൂടി വന്ന് മുഖത്തോട്ട് കിടക്കും, ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ശരിക്കും ഇത് വെച്ച് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്നാ, ഞാനിത് ഫസ്റ്റ് ടൈം വെച്ച് നോക്കിയിട്ട് ഒരു കിരീടം വെച്ചതുപോലെ ഉണ്ട്. ഇതിൻ്റെ ഫിറ്റൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കിരീടം വെച്ചതുപോലെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ കയ്യിലിങ്ങനെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കൈ കഴുകുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, ലൈക്ക് ഈ ഫേസ് വാഷൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഫുള്ള് നനയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പോകില്ല, ഇത് വെള്ളം സക്ക് ചെയ്തെടുത്തോളും. അതിന് വേണ്ടിയിട്ട് ഇതൊരു പെയറാണ്. ഇത് മേടിച്ചപ്പോൾ എൻ്റെ കൂടെ ഇത് കിട്ടി എന്നേ ഉള്ളൂ. എനിക്കൊരു കോള് വന്ന്, അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ഒരു മസ്കാര ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസ്കാര ഞാൻ മേടിച്ചെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ വൈറ്റ് ഹെയർ ഉണ്ട്, ഗ്രേ ഹെയർ ഉണ്ട്. 1-2 ഇഷ്ടംപോലെ ഗ്രേ ഹെയർ ഉണ്ട്. എനിക്കത് ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ഞാനൊരു 6th സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് ഗ്രേ ഹെയർ ഉണ്ട്, അത് കാരണം എനിക്കതൊന്നും വിഷയമല്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ 2 ഐ ഗസ് യു കൻ സീ ദാറ്റ്, ഇവിടെ കണ്ടോ, ഇങ്ങനെ 2 ഗ്രേ ഹെയർ ഉണ്ട്. അപ്പോൾ ഞാൻ ഹെയർ ഇങ്ങനെ പോണിറ്റയിൽ കിട്ടുമ്പോൾ അതിങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇവിടെയാണോ ഇത്, സോറി ഡോ, ഇത് വളരെ ദാരിദ്ര്യമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു ക്വാളിറ്റി ഇതില്ല. ഇപ്പോഴും ഇത് പറഞ്ഞു വരുന്ന പോലെയാണ് ഇരിക്കണം. ഇനി വെയിറ്റ് ഇസ് ഫൈൻ. നമുക്ക് ഇവിടെ യൂസ് ചെയ്യാമല്ലോ, നമ്മൾ കണ്ണിലൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഈ ടെമോന്നൊന്നും ഞാൻ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഞാൻ പറയില്ല കേട്ടോ, നിങ്ങൾ മേടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിലാവരുത്. പണ്ട് പറയണത്, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും ഞാൻ ഒരു ഗ്യാരണ്ടിയും പറയൂല ടിമോന്ന് മേടിക്കുന്നതിന്. കാര്യം എനിക്ക് അറിയാൻ പാടില്ല ഈ ടിമോന്ന് മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധനങ്ങളെന്ന്. കാര്യം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതല്ല, നിങ്ങൾ ഓൺ റിസ്കിൽ മേടിച്ചോണം. ഇത് മേടിക്കണ്ട, കാര്യം അതിൻ്റെ ആ ഒരു സ്പൂളി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ സ്പൂളി ഉണ്ടോ, ഇത് മസ്കാരയുടെ സ്പൂളിയാണ്. ഇത് എങ്ങനെ ഇടാനാണിത് വെച്ചിട്ട് എനിക്കറിയത്തില്ല. പിന്നെ ഇതിനെന്താണ്ടും 2-3 രൂപയേ ഉള്ളൂ. ഞാൻ അത്രയും ഷിപ്പ് മേടിച്ചത് ഇങ്ങനെ തലയിൽ യൂസ് ചെയ്ത് പറ്റൊരു വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തതാണ്.
ഇത് യൂസ് ചെയ്യുന്നതന്നെ എനിക്കറിയത്തില്ല. ഇനിവേ നോക്കാം. ഇതൊക്കെ എൻ്റെ വീഡിയോ എൻ്റെ ഹസ്ബൻഡ് എങ്ങാനും കണ്ട ഓക്കെ ഇവിടെ എൻ്റെ പൈസ പഠിപ്പിക്കാനായിട്ട് ഇറക്കിയാൽ വിചാരിക്കും. പിന്നെ ഞാൻ മേടിച്ചേക്കുന്ന ഈ ഒരു ഹെയർ ആക്സസറീസാണ്. ഇത് ഞാനിങ്ങനെ ഹെയർ ഇങ്ങനെ വെച്ചിട്ടൊക്കെ കുത്താൻ വേണ്ടി ഇപ്പം ഞാൻ ഫ്രീ ഹെയറിലിട്ടേക്കുവാണ്. അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. ഇതിനെന്താണ്ട് ഒരു 8 സംതിങ് ആണുള്ളത്. ഇതിനകത്തൊരു ബോ ഷേപ്പ് ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് ഒരു പോളിൻ്റെ ഉണ്ട്, പിന്നെ ഇതിങ്ങനത്തെ 2-3 ഉണ്ട്. ഇതൊരു ഫ്ലവർ, ടെഡി ബെയർ, പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെയുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. ഇപ്പം ഞാൻ മേടിച്ചാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു നമ്മുടെ ഒരു സെലോ ടൈപ്പ് പോലെ എന്നൊക്കെ പറയാം. ഇതൊരു ഇങ്ങനെ ഒരു ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് എന്താ ഉദ്ദേശമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓരോന്നും ഒരു സ്റ്റിക്കർ പോലെയാണ്. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഇപ്പം ഇങ്ങനെ നെക്കൊക്കെ ഇത്തിരി ഡീപ്പായിട്ടുള്ള നെക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു സ്റ്റിക്കർ കൈൻഡ് ഓഫ് ഐറ്റമാണ്. നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സ് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ താഴത്തോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങത്തില്ല. നമുക്ക് കംഫർട്ടബിളായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഇരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണിത്. ഇതൊരു 36 പീസ് കണ്ടൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല പോലെയുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് നമ്മുടെ 2 സൈഡാണിത്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കണം, ഇതും ഇവിടെ നിന്ന് ഊരിയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഡ്രസ്സ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും. അങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഡ്രസ്സ് നീങ്ങത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇതും ഭയങ്കര എന്താണ് 2 or 3 ദിർഹംസ് എങ്ങാണ്ടൊക്കെ ഉള്ളു. അതാണ്. അപ്പം ഇനി നമ്മുടെ ലാസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഈ ഒരു ടാബിൻ്റെ സ്റ്റാൻഡാണ്. ടാബ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ പോയിക്കോളും. 180 ഡിഗ്രി 180 ഡിഗ്രിയിൽ ഇത് നീങ്ങും. ഇത്ര സാധനങ്ങളാണ് ഞാൻ ടിമോയിൽ നിന്ന് മേടിച്ചേക്കുന്നത്. ഇത് നമുക്ക് ടാബ് വെക്കാം, പിന്നെ ഫോൺ വെക്കാൻ ഇതിൻ്റെ ഇത്ര ആയില്ല, അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മുടെ ടാബ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്നു. ടാബ് ഇവിടെ ഇപ്പം ഇല്ല. അപ്പോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ വെച്ച് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇതൊരു ടാബാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യിക്കാം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രൈപോഡ് സ്റ്റാൻഡ്, ടാബ് വെക്കാൻ വേണ്ടിയിട്ട്. ഇതും ഏകദേശം ആ ഒരു റേറ്റൊക്കെയാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എനിവേ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാം കയറി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാര്യം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഇപ്പോൾ പറഞ്ഞെന്ന് വിചാരിക്കും. ഇതിനെന്താണ് ഒരു ഇപ്പം ഞാൻ മേടിച്ചപ്പോൾ ഇതിനൊരു 3 ദിർഹംസ് ആയിരുന്നെങ്കിൽ മേ ബി നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതൊരു 11 ദിർഹംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് എന്താണ് ഇങ്ങനെ പ്രൈസ് മാറ്റുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ഇതിനൊക്കെ എപ്പോഴും പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ലക്കുണ്ടെങ്കിൽ നമുക്ക് ഞാൻ മേടിച്ചതിനേക്കാളും ചീപ്പർ പ്രൈസിന് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ പ്രൈസിന് കിട്ടും. അപ്പോൾ എനിവേ നിങ്ങൾക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു 15 ദിർഹംസിന് താഴെയാണ് കേട്ടോ. എവറിത്തിങ് ഇസ് അണ്ടർ 15 ദിർഹംസ്. എന്തായാലും ഞാൻ ഇത്ര സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യമുണ്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റും, തിരുത്തി നമുക്ക് അത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഞാൻ ആരാണ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ പേര് സെറീന. ഞാനിവിടെ ദുബായിൽ താമസിക്കുന്നു. ബേസിക്കലി ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് താമസിക്കുന്നത്. നാട്ടിൽ എനിക്ക് എൻ്റെ അമ്മയും അനിയനും അതേപോലെ തന്നെ എൻ്റെ ഇൻലോസും ഹസ്ബൻഡ് സിസ്റ്ററും ഫാമിലിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കൊച്ചു ഫാമിലി എന്ന് പറയുന്നത്. ഞാൻ കല്യാണം കഴിച്ച് വന്നേക്കുന്നത് കൊച്ചിയിലോട്ടാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയാനായിട്ട്. ഇവിടെ ഞാൻ ദുബായ് അല്ല, ആക്ച്വലി ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കൂടെ അടുത്ത ദിവസം കാണുന്നവരെ ടേക്ക് കെയർ ബൈ.